ഓരോരുത്തരുടെ ലൈഫിൽ ഈശോയ്ക്ക് ഒരു സ്പെസിഫിക് പ്ലാൻ ഉണ്ട്. ഈശോയ്ക്ക് ഒരു സ്പെസിഫിക് പ്ലാൻ ഉണ്ട്. ബൈബിളിൽ വചനമുണ്ട്, നിങ്ങളുടെ രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതനാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്ന നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അത് ഒന്നാമത്തെ പോയിന്റ്. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ഒന്നാമത്തെ പോയിന്റ്. യാക്കോബ് 4:15 പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ അവിടുന്ന് അസൂയയോടെ അഭിലഷിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ദൈവം എങ്ങനെ അസൂയയോടെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം അഗാസിനെ അസൂയയോടെ നോക്കുവാണെങ്കിൽ അഗാസിന്റെ ആ ഒരു പവർ കാണാൻ ഞാൻ അഗാസിനെ അസൂയയോടെ നോക്കുവോ? എന്നാൾ അഗാസിന് അയ്യോ എന്നൊരു രീതിയിൽ അഗാസിനെ ഞാൻ നോക്കുമോ വിചാരിച്ചോ? അതുപോലെ ഈശോ നമ്മളെങ്ങനെ ദൈവം നമ്മളെങ്ങനെ ആത്മാവിനെ അസൂയയോടെ നോക്കുന്നു പറഞ്ഞാലേ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൽ ആത്മാവിന് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈബിളിൽ വചനമുണ്ട്. ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തിന്റെ അടുത്തോട്ട് പോകുമ്പോഴേക്കും ഞാൻ ചെയ്തവയിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഈശോ എന്നാ ചെയ്തേ? ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചു. അതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അതുപോലത്തെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ, അതിനേക്കാൾ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പണ്ടൊരു വിശുദ്ധന്റെ ലൈഫിൽ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിശുദ്ധൻ നടന്ന കാര്യമാണ്. ഈ ചുമ്മാ കഥ പറയുന്നില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ പീസുകളൊക്കെ പല പല സ്ഥലങ്ങളിലാണ്. മരിച്ചിട്ട് പല പല സ്ഥലങ്ങളിൽ പീസ് കിടക്കുക. ഈ പീസുകളൊക്കെ കൂടി ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഈ വിശുദ്ധൻ പറഞ്ഞു ജീവൻ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് ജീവൻ വെച്ചു. പല പല പീസുകൾ ഒരുമിച്ച് വെച്ചിട്ട് ജീവൻ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞു. ആൾക്ക് ജീവൻ വെച്ചു. ആൾ എഴുന്നേറ്റുന്നു. ഞാൻ ഇത് പറയാം, ഇത് ഇവിടെ പറഞ്ഞ കാര്യമില്ല. പക്ഷെ അതാണ് അതിനേക്കാൾ വലിയ, ഈശോ ചെയ്തവേക്കാളും വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ആത്മാവിനെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കരുത്. 1 പറയുന്ന കാര്യമുണ്ട്, നമ്മുടെ ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കരുത്. വചനം പറയുവാണ്, ആത്മാവിനെ നിർവീര്യമാക്കരുത്. ആത്മാവ് നിർവീര്യമാക്കിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയോ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ഇങ്ങനെ ഇരിക്കുക. ആത്മാവ് ഇരിക്കുവാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് ഈ ആത്മാവിന് ശക്തി കിട്ടും. നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നോ, ഈ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് ഈ ആത്മാവിന് ഇങ്ങനെ ശക്തി കിട്ടും. ആത്മാവിങ്ങനെ ശക്തി കിട്ടി ആത്മാവ് ഇങ്ങനെ കയറി വരും. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുക എന്നൊരു സാധനം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ശക്തിപ്പെടുത്തുക എന്നുള്ള സാധനമേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ടെൻഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങളുണ്ട്. ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് തകർന്നു പോകുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഈ പ്രയർ മീറ്റിംഗിന് വരുന്ന എനർജി കിട്ടാൻ വേണ്ടിയായിരിക്കും. പക്ഷേ ഈ പ്രയർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു എന്ന് കഴിയുമ്പോഴേക്കും നിങ്ങൾ പിന്നെയും ഡൗൺ ആയി പോകുമായിരിക്കും. നിങ്ങൾ സൺഡേ മീറ്റിംഗ് എനർജി കിട്ടുന്നു, സൺഡേ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ പിന്നെയും ഡൗൺ ആയി പോകുന്നു. അടുത്ത സൺഡേ മീറ്റിംഗ് ആയി പിന്നെ നിങ്ങൾക്ക് എനർജി കിട്ടുന്നത്. ഒരു ധ്യാനത്തിന് കൂടി കഴിയുമ്പോൾ നിങ്ങൾ ഭയങ്കര പവർ ആകുന്നു. ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങളുടെ എനർജി പിന്നെയും പോകുന്നു. ഇത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു പേഴ്സണൽ പ്രെയർ ഉണ്ടെങ്കിൽ, ഈ പേഴ്സണൽ പ്രെയർ നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. കത്തിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് അങ്ങ് ജ്വലിക്കും. ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ദൈവഭയം, സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. സ്നേഹം, ആനന്ദം, സമാധാനം, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് ജ്വലിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് ഇത് അങ്ങ് ജ്വലിക്കും. ഇത് ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ, സ്നേഹം ജ്വലിച്ചു, ആനന്ദം ജ്വലിച്ചു, സമാധാനം ജ്വലിച്ചു. ഇതൊക്കെ ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഏത് സാഹചര്യം. എന്നോട് ഇങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു, പുള്ളി ഒരു 10-18 കൊല്ലമായിട്ട് പുള്ളി ഭയങ്കര ഒരു അസുഖത്തിലാണ്. ഈ അസുഖം മാറുന്നില്ല. പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, യെസ് 26:3, അവിടുന്ന് ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്ന ഒരു വചനം പുള്ളിനോട് പറഞ്ഞു. ഞാൻ നോക്കുക, പുള്ളിക്ക് പ്രൊഫഷൻ ഇല്ല, പുള്ളിക്ക് ജോലിയില്ല, പുള്ളിക്ക് രോഗമേ ഉള്ളൂ, ജോലിയില്ല, ഫാമിലി ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഈ മനുഷ്യൻ ഭയങ്കര സമാധാനമാണ്, ഭയങ്കര ഹാപ്പിയാണ് പുള്ളി. എന്തുകൊണ്ടാണ് പുള്ളി ഹാപ്പി ആവുന്നത്? പുള്ളി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പുള്ളിക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, ഒരു സമാധാനമുണ്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒന്നും അറിയത്തില്ലെങ്കിലും നമ്മൾ ഏറ്റവും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഈ ഒരു നന്മപരം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാലേ, നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ വെറുതെ എല്ലാ ആഴ്ചയിലും യൂത്ത് ഗ്യാതറിംഗ് വരുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്. പക്ഷെ ഈ യൂത്ത് ഗ്യാതറിങ്ങിനൊപ്പം നമ്മുടെ ലൈഫിൽ ഒരു പേഴ്സണൽ പ്രെയർ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഉദ്ദേശിക്കാത്ത പോലെ ശക്തമായിട്ട് ചേഞ്ച് ആവും, ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രയറിൽ ഞാൻ പണ്ടിങ്ങനെ ഈ ധ്യാനം കൂടുന്നു,
ചാർജ് ആവുന്നു. ധ്യാനം കൂടുന്നു, ചാർജ് ആവുന്നു. ആ ഒരു ടൈപ്പ് ആയിരുന്നു ഞാൻ. ധ്യാനം കൂടുന്നു, ചാർജ് ആവുന്നു, അങ്ങനെയായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു സാധനമുണ്ട്, ഈ ധ്യാനം എന്നും ഉണ്ടാവണമെന്നില്ല. ധ്യാനം എന്നും ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. കൂട്ടായ്മകളൊന്നും ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. ഇതൊന്നും നമുക്ക് ഇതൊക്കെ എപ്പോഴും ഉണ്ടാവണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്ക് എപ്പോഴും പണ്ട് ഡാലിച്ച പറഞ്ഞൊരു സാധനമുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ കുമ്പസാരം നിൽക്കും, കുർബാന നിൽക്കും, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിൽക്കും, ഏറ്റവും അവസാനം ബൈബിളും നിൽക്കും. നിങ്ങളുടെ ബൈബിൾ പോലും വായിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകും. അവസാനം കയ്യിൽ ഉണ്ടാകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട വചനങ്ങൾ മാത്രമേ ഉള്ളന്നേ. ഹൃദയത്തിൽ എഴുതപ്പെട്ട വചനങ്ങൾ മാത്രമേ നിങ്ങളുടെ കാണത്തുള്ളൂ. ഹൃദയത്തിൽ എഴുതപ്പെട്ട വചനങ്ങൾ, ഈശോയുടെ അടുത്തിരിക്കുന്ന പ്രാർത്ഥന, ഇത് മാത്രമേ നിങ്ങളെ കാണത്തുള്ളൂ. അപ്പം അതിനകത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ പേഴ്സണൽ പെയർ നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരു 5-6 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഇതുപോലൊന്നും ആയിരിക്കില്ല. ഇങ്ങനെ ഒരു പബ്ലിക് പ്രീച്ചിങ്ങോ ഇങ്ങനെ ഒരു കൂട്ടായ്മകളോ അതൊന്നും സംഭവിക്കണമെന്നില്ല. അങ്ങ് അതുപോലെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഈ 5-8 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും അതെല്ലാം സംഭവിച്ചെന്നിരിക്കും. പക്ഷെ ആ സമയത്തും ഞാൻ ഈശോയെ വിട്ടു പോകത്തില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാര്യമായിട്ടൊരു പേഴ്സണൽ ആയിട്ടൊരു പ്രെയർ നമുക്ക് ഉണ്ടാവണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ചത്താലും ആ പേഴ്സണൽ പ്രെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിക്ക് നമ്മൾ തീരുമാനിക്കണം. ഞാൻ 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 ഇങ്ങനെ പറഞ്ഞു തരില്ലല്ലോ എങ്ങനെ പേഴ്സണൽ പ്രെയർ ചെയ്യാം എന്ന സാധനങ്ങൾ ഞാൻ പറയാം. ഒരു സ്ട്രക്ചർ ഞാൻ പറയാം. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. പല പല കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നമുക്കറിയത്തില്ല നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ പാപം ചെയ്യുന്നുണ്ടോ, ഇന്ന് എന്തൊക്കെ പാപങ്ങൾ ചെയ്തു. നമ്മളെ ഒരു ധ്യാനം കൂടി കഴിഞ്ഞാൽ അവിടെ അവസ്ഥ അറിയോ? ധ്യാനം കൂടി കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പതുക്കെ 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 ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ പോലും അറിയാതെ നമ്മൾ സിനിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് മനസ്സിലാക്കാൻ നമ്മൾ പാപത്തിൽ എത്തി എന്നുള്ള കാര്യം. അരുവി മൊത്തം പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ അരുവി മൊത്തം പോയിരിക്കുന്നു, നമ്മൾ പാപിയായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മളെ മൊത്തം പോയി കഴിയുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. മൊത്തം പോയി കഴിയുമ്പോൾ അതിനു മുമ്പ് മനസ്സിലാകത്തില്ല. അതിനു മുമ്പ് മനസ്സിലാകാത്ത കാര്യം എന്നാ, നമുക്ക് ഇങ്ങനെ എല്ലാ ദിവസവും നമ്മളെ തന്നെ അങ്ങോട്ട് ഇരുന്ന് നോക്കുന്നൊന്നുമില്ല. അതാ ഞാനൊരു സാധനം പറയാം. നമ്മുടെ പേഴ്സണൽ ഉണ്ടാവുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ സെൻസസിനെ വിശദീകരിക്കുന്ന ഒരു സ്റ്റെപ്പ് പേഴ്സണൽ സെൻസസിനെ വിശദീകരിക്കുന്ന ഓരോ ഇന്ദ്രിയങ്ങളെ വിശദീകരിക്കുന്ന ഒരു സ്റ്റെപ്പ് പേഴ്സണൽ പെയർ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. അതായത് നമ്മുടെ എന്റെ കണ്ണ് വെച്ച് ഞാനിത് കണ്ട കാര്യങ്ങൾ, ഈ കണ്ണ് വെച്ച് ഞാനിന്ന് എന്തെങ്കിലും പോസ്റ്റർ നോക്കിയിട്ടുണ്ടായിരിക്കും, ഒരു ആഗ്രഹത്തോടെ നോക്കിയിട്ടുണ്ടായിരിക്കും. കർത്താവ് എന്റെ കണ്ണിനെ വിശദീകരിക്കണേ. എന്റെ നാവ് വെച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, എന്റെ നാവ് വെച്ച് ഞാൻ ആരും തെറി പറഞ്ഞിട്ടുണ്ടായിരിക്കും, കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ചുമ്മാ ആലോചിച്ച് നോക്കണം. ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ എന്റെ നാവിനെ എങ്ങനെ യൂസ് ചെയ്തേ, എന്റെ കണ്ണിനെ എങ്ങനെ യൂസ് ചെയ്തേ, എന്റെ ചിന്തകള്, ഇങ്ങനെ ഓരോ കാര്യങ്ങളെ എങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെ എടുത്ത് ഇങ്ങനെ വിശദീകരിക്കുന്ന ഒരു സമയം പേഴ്സപ്പർ ഉണ്ടാവണം. നമ്മൾ അങ്ങനെ ഓരോന്നിന്റെ അടുത്ത് ഇങ്ങനെ വിശദീകരിക്കും. കണ്ണ്, കാത്, ചെവി, നമ്മുടെ നാവ്, ഇങ്ങനെ ഓരോ വിശദീകരിക്കുന്ന ഒരു സമയം പേഴ്സപ്പർ ഉണ്ടാവണം. ഒന്ന്, അതങ്ങ് മറന്നിട്ടെ. രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ ഫോർമേഷന്റെ ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നല്ലതാ. അതായത് എന്റെ ക്യാരക്ടർ, അതായത് ഒരു കാര്യം നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണേ. നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ യോഹന്നാൻ 6 പറഞ്ഞൊരു സാധനമുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുവിൻ. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുവിൻ. 1 തെസ്സലോനിക്കർ 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നിങ്ങളുടെ വിശദീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. 1 യോഹന്നാൻ 4 പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ തന്നെ നിങ്ങൾ അവനെ പോലെ ആയിരിക്കുന്നു. ഈ ലോകത്തിൽ തന്നെ നിങ്ങൾ അവനെ പോലെ ആയിരിക്കുന്നു. ഈശോയെ പോലെ ആവാൻ വിളിക്കപ്പെട്ടവരാ നമ്മള്. ഈശോയെ പോലെ ആവാനായിട്ട് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അപ്പൊ എന്റെ ക്യാരക്ടറിനകത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഞാൻ എന്റെ അപ്പനോട് ഒരു ദിവസം ഞാൻ എന്റെ അപ്പനോട് ഇങ്ങനെ അപ്പൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അപ്പനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, ദേഷ്യപ്പെട്ട് ഞാനൊന്ന് പേഴ്സപ്പയർ ചെയ്യുക. അന്ന് ഞാൻ പേഴ്സപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്പനോട് ദേഷ്യപ്പെട്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാനിങ്ങനെ എന്റെ ക്യാരക്ടർ ഫോർമേഷൻ ആ സ്റ്റെപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പനോട് ദേഷ്യപ്പെട്ടു. അപ്പൊ അപ്പൻ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ ചൂടാവുക ചെയ്തേ. അപ്പൊ ഞാൻ അന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഈശോ എനിക്ക് ക്ഷമ തരണം, എനിക്ക് കുറച്ചുകൂടെ ക്ഷമിക്കാൻ പറ്റണം, അപ്പനെ കേൾക്കാനുള്ള ഒരു കൃപ തരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ചു നേരം വിശദീകരിച്ചു, പ്രാർത്ഥിച്ചു, സ്തുതിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഡേയിൽ അപ്പൻ വരിക. അത് ഞാൻ തീരുമാനം എടുത്തു. നമ്മൾ അങ്ങനെ ക്യാരക്ടർ ഫോർമേഷന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തീരുമാനം എടുക്കണം, ഞാൻ ഇന്നതുപോലെ ചെയ്യും എന്ന് തീരുമാനം എടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് ഡേയിൽ അപ്പൻ എൻ്റെ അടുത്ത് വന്നപ്പം അപ്പൻ എന്തോ അതേ സെയിം സാധനം പറഞ്ഞു എന്നോട്. അതേ സെയിം സാധനം അപ്പം പറയുക. ഞാൻ ഇന്നലെ തീരുമാനം പറഞ്ഞാൽ അപ്പൻ എന്നാ പറഞ്ഞാലും ഞാൻ മൗനമായിട്ടിരിക്കുന്ന തീരുമാനിച്ചേ. ഞാൻ എന്നിട്ട് അപ്പം പറഞ്ഞ കാര്യങ്ങളെ കേട്ട് ഞാൻ അങ്ങനെ മൗനമായിട്ടിരുന്നിട്ട് ഞാൻ അപ്പന്റെ അടുത്ത് പോയി തോളെ പിടിച്ചിട്ട് ഓക്കെ നല്ല കാര്യം അങ്ങനെ അപ്പനെ അങ്ങ് തോളൊക്കെ പിടിച്ച് ഞാൻ സംസാരിച്ചേ. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു ഭയങ്കര ഒരു ലോകം കീഴടക്കിയ ഒരു ഫീലിംഗാണ് ഞാൻ അങ്ങനെ ചെയ്തപ്പോഴേക്കും. അപ്പൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ സംസാരിച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്തേ. അപ്പൊ അത് ആ ഒരു സ്റ്റെപ്പ് നമ്മുടെ ക്യാരക്ടർ ഫോർമേഷന്റെ ഒരു സംഭവം ഉണ്ടാവണം. ഒരു ക്യാരക്ടർ ഫോർമേഷൻ സാധനം ഉണ്ടാവണം.
പിന്നെ ഒരു സാധനം പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന ഒരു സമയം ഉണ്ടാവണം. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സമയം ഉണ്ടാവും പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വചനത്തിൽ പറയുന്ന കാര്യം, തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്ര അധികമായി പരിശുദ്ധാത്മാവ് നൽകിയിരുന്ന, നമ്മൾ ചോദിക്കുന്ന അത്രയും പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടും. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം പരിശുദ്ധ സമയത്ത്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ളത്? സ്നേഹം, ആനന്ദ, സമാധാനം എല്ലാം ഉണ്ട്. ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. ഇതിങ്ങനെ നിങ്ങൾക്കില്ലാത്ത എന്തൊക്കെയാ നിങ്ങൾക്കില്ലാത്ത ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിനുവേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ എന്റെ ഉള്ളിൽ നിറയണമേ. പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സമയം പേസപ്പതിനകത്ത് ഉണ്ടാവണം. പിന്നെ നമ്മൾ സ്തുതിക്കാം, പാട്ടുപാടാം, ബൈബിൾ വായിക്കണം. ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാലേ, പെട്ടെന്ന് എടുത്തിട്ട് ഒറ്റ പൊക്കുവെക്കുമല്ലോ ചെയ്യണ്ടേ. ഇങ്ങനെ ഒരു മത്തായി 1 അധ്യായം അല്ലെങ്കിൽ ഒരു ഒരു ഓർഡറിൽ പോകാൻ നല്ലത്. മത്തായി 1, നാളെ മത്തായി 2, പിന്നെ മത്തായി 3, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഓർഡറിൽ പോകണം നല്ലത്. അങ്ങനെ ഓർഡറിൽ പോകണം. എന്നിട്ട് എല്ലാ ദിവസവും പോകുന്ന വഴിക്ക് ഒരു വചനം പഠിക്കണം. ഇന്ന് മത്തായി 1 വായിച്ചാൽ അതിനകത്ത് ഒരു വചനം പഠിക്കണം. ഒരു വചനമല്ല, നല്ല ഫീൽ ചെയ്യുന്ന വചനങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. നമ്മുടെയൊക്കെ ബൈബിൾ കാണുമ്പോൾ അതൊക്കെ ഇങ്ങനെ വെട്ടി ബൈബിൾ ആയിരിക്കണം. അതിങ്ങനെ ഒരുപാട് നേരം നമ്മൾ യൂസ് ചെയ്ത് നന്നായിട്ട് ബൈബിൾ വായിക്കുന്നതിന് ബൈബിൾ കണ്ടാൽ അറിയാൻ പറ്റണം. ബൈബിൾ വായിക്കുന്നതിന് ബൈബിൾ കാണുമ്പം അറിയാൻ പറ്റണം. അതിങ്ങനെ വളരെ സൂപ്പർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത മടക്കൊന്നും ഇല്ലാത്ത ഒരു നൈസ് ബൈബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാറില്ല ആ സാധനം. അത് യൂസ് ചെയ്യാറില്ല ബൈബിളാ. യൂസ് ചെയ്യുന്ന ബൈബിളകത്ത് നല്ല വരകളൊക്കെ കാണുമായിരിക്കും, അവിടെ മരകളും ഒക്കെ പാടുകളൊക്കെ കാണുമായിരിക്കും. അതും യൂസ് ചെയ്യുന്ന ബൈബിളാ. നമ്മൾ വെറുതെ ബൈബിൾ വെക്കും അല്ലേ വേണ്ടത്. അതിങ്ങനെ വായിക്കണം, അത് വായിച്ചിട്ട് പഠിക്കണം. അതിങ്ങനെ ഞാൻ എൻ്റെ ഓഫീസിൽ ഞാൻ ബൈബിൾ കൊണ്ടുപോകാറുണ്ട്. ഓഫീസിൽ ബൈബിൾ കൊണ്ടുപോകും, ചില സമയങ്ങളിൽ എടുത്ത് ഞാൻ വായിക്കും. നമ്മൾ ഈ ബൈബിൾ നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്ന സാധനം അല്ല, നമ്മുടെ വീട്ടിൽ പൊതിഞ്ഞു വെക്കേണ്ട സാധനമൊന്നുമല്ല. ഇത് കൂടെ കൊണ്ട് നടന്ന് ഇങ്ങനെ കൊണ്ടുപോകേണ്ട സാധനമാണ്. അപ്പൊ പേസപ്പേന സമയത്ത് നമ്മൾ ബൈബിള് ഇരുന്ന് വായിച്ചിട്ട് വചനങ്ങൾ നമ്മൾ പഠിക്കണം. വചനം പഠിക്കണം. ഈ നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് ഉണ്ടാകാൻ നമ്മൾ വീണ് പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ വചനം അറിയാത്തതുകൊണ്ടാണ്. അത് വചനത്തിന് ശേഷം കാര്യങ്ങളാണ്. വചനം അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ എല്ലാ ദിവസവും പേഴ്സപ്പേന സമയത്ത് നമ്മൾ ബൈബിള് വായിക്കണം, ബൈബിള് പഠിക്കണം. എന്നിട്ട് നന്ദി പറയുന്നൊരു സമയം ഉണ്ടാകുന്നല്ലേ, നന്ദി പറയുന്ന സമയം ഉണ്ടാകുന്നല്ലേ. നന്ദി പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്കകത്ത് നന്ദി പറയുന്ന സമയം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ചുമ്മാ കുറച്ച് സ്റ്റെപ്പുകൾ പറഞ്ഞു. ഈ സ്റ്റെപ്പുകൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പേഴ്സപ്പേന നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇതിങ്ങനെ ഈ കുറെ സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്തായാലും ഇതിന് ഓരോന്നിനും നിങ്ങൾ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ തന്നെ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഓരോന്നിനും ഒരു 3 മിനിറ്റ് വെച്ച് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് 20 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുന്ന പിന്നെ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ട്രക്ചറിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഞാനൊരു കാര്യം പറയാ, നിങ്ങളുടെ ലൈഫിൽ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ഇതുപോലെ ഇരുന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, പിന്നെ ഇതിനകത്തൊരു സാധനമുണ്ട്, സൈലൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കണം. അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ചില കാര്യങ്ങൾ വരും. നമ്മുടെ ചില പോരായ്മകൾ ഈശോ വന്നിട്ട് ഇങ്ങനെ മോനെ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതല്ല, ഉള്ളിൽ ഇങ്ങനെ ചില തോന്നലൊക്കെ വരും. ഉള്ളിലുള്ള എന്നാ പറയണേ ചില കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകണം എന്ന് ചില സാധനങ്ങളൊക്കെ ഉള്ളിലങ്ങ് വരും. അപ്പൊ നമ്മൾ ആ ഇമ്പ്രൂവ് ആവണമെന്ന് വരുന്ന സാധനം അപ്പൊ തന്നെ ഈശോയുടെ കൊടുക്കും. ഈശോ അതൊന്ന് ഇമ്പ്രൂവ് ആക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുക. അതൊക്കെയാണ് ഈശോ സംസാരിക്കാന്ന് പറഞ്ഞാല്. ചില ആൾക്കാരുടെ ഈശോ ഡയറക്റ്റ്ലി സംസാരിക്കും. ചില ആൾക്കാരുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നലായിട്ടായിരിക്കും വരുന്നത്. അതങ്ങ് വരുമ്പോൾ ആ തോന്നൽ അങ്ങ് കേട്ടിട്ട് അതിങ്ങനെ എനിക്കിങ്ങനെ എന്റെ ക്യാരക്ടറിന് ചില സാധനങ്ങൾ വരും. ഞാൻ അപ്പൊ തന്നെ അത് പ്രാർത്ഥിക്കും. അതിന്റെ വചനം എനിക്ക് എന്റെ ഓരോ സാധനങ്ങളുടെ വചനങ്ങൾ എനിക്കറിയാം. ഓരോ ബുദ്ധിമുട്ട് വരുമ്പം കൃത്യം വചനം എനിക്കറിയാം. അത് എന്താണ്, ഏത് വചനം അതിന് വേണ്ടേ, ആ വചനം എനിക്കറിയാം. ഞാൻ ആ വചനം വെച്ച് ഇങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ആ സ്ഥാനത്ത് പ്രാർത്ഥിക്കും. ആ ഹീലിംഗ് എനിക്ക് അനുഭവിക്കാൻ പറ്റാറുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ പേഴ്സണൽ ജീവിതത്തിന്റെ തടസ്സങ്ങളുണ്ടാവും. ചില ആൾക്കാരുടെ തടസ്സം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മടുത്തു പോവാണ്, അല്ലെങ്കിൽ പല കോൺസെൻട്രേഷൻ മാറിപ്പോകുന്നു, തോട്ട്സുകൾ മാറുന്നു, ചിന്തകൾ മാറുന്നു. അതാണ് ഒരു തടസ്സം. പല ചിന്തകളിലേക്ക് പല വിചാരം വരുന്നു. ഈ പല വിചാരം വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പല വിചാരം വരുമ്പം ഈ പല വിചാരത്തെ ഈ ഒരു പ്രാർത്ഥനയാക്കി മാറ്റുക. പല വിചാരത്തെ എഴുതി ഈശോയെ കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പേഴ്സൺ പറയുക. അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ സച്ചിന്റെ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുടെ ക്രിക്കറ്റാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ അത് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഈശോ ഈ പല വിചാരത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പണ്ടത്തെ ഏതെങ്കിലും ലവറിനെ, നിങ്ങളുടെ പണ്ടത്തെ ഒരു ക്രഷിനെ കുറിച്ച് വരുന്നത്, അപ്പൊ നിങ്ങൾ ആ ക്രഷിനെ എടുത്ത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കുക. കർത്താവ് ആ ക്രഷിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ ആ ക്രഷിനെ എടുത്ത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കുക. അങ്ങനെ എന്ത് പല വിചാരം വരുന്നോ ആ പല വിചാരത്തെ ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക. പക്ഷെ എഴുന്നേറ്റ് പോകാൻ പാടില്ല. എഴുന്നേറ്റ് പോകരുത്. അവിടെ ഇരുന്നോണം. അവിടെ മറ്റേ വന്ദന സിനിമയ്ക്കകത്ത് മോഹൻലാൽ ഇരിക്കത്തില്ല കസാരക്കകത്ത്, അതുപോലെ ഇരുന്നോണം. അതിനകത്ത് ഒരു ഇതുമില്ല. അവിടെ തന്നെ ഇരുന്നു. അവിടെ ഇരുന്ന്, കാരണം നമ്മളിങ്ങനെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് പിശാച് ചെയ്യും. പിശാചിന്റെ ഉത്തരവാദിത്വം എന്നാ, പിശാചിനെ ചെയ്യുന്ന കാര്യം എന്നാ, നമുക്ക് കുറച്ച് പിശാചിനറിയാം ഇവന് കുറച്ച് പല വിചാരമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ ആ പല വിചാരം വരുമ്പോൾ ഇവൻ ചിന്തിക്കും, എനിക്ക് പല വിചാരം വരുവാ, ഇതൊന്നും എന്നെ പറ്റിയ കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് ഞാൻ ഇട്ടേച്ച് പോകുമെന്ന് പുള്ളിക്കറിയാം. ഒരു 3 ദിവസം കണ്ടിന്യൂസ് കൊടുത്താൽ മതി. ഇവൻ ഇങ്ങനെ പതുക്കെ ഇവൻ പറയും, ഇത് എന്നെ കൂടെ പറ്റുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കും.
അതിനുവേണ്ടിയാണ് പലവിചാരം സ്റ്റാർട്ടിങ്ങിൽ തന്നെ തരുന്നത്. ഇത് വരും ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കാതെ നിങ്ങൾ അവിടെ നിന്ന് എന്നതാണെങ്കിലും ഈ വാച്ച് എടുത്തുകൊണ്ടെങ്കിൽ ഇരിക്കുക. 8 മണി 8:45 ഞാൻ ഏറ്റു പോകത്തില്ല എന്നും പറഞ്ഞാണെങ്കിൽ ഇരിക്കണം. 8:45 എന്നും പറഞ്ഞെങ്കിൽ ഇരിക്കുക. അവിടെ അങ്ങ് ഇരുന്നോളുക. പല സാധനങ്ങൾ വരും. ഈ സാധനങ്ങൾ വരുന്നതിനൊക്കെ അപ്പൊ തന്നെ അങ്ങ് വെട്ടി വെട്ടി വിടുക. വരുന്നതിനങ്ങ് ഈശോയെ അതൊക്കെ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ചുമ്മാ അങ്ങ് സ്തുതിക്കുക. അല്ലേ ലൂയാന്ന് പറഞ്ഞ് സ്തുതിക്കുക. ഇനി അതും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബൈബിൾ വായിച്ച് വചനങ്ങളൊക്കെ ഇരുന്ന് പഠിക്കുക. ഈ പറഞ്ഞ പോലെ സെൻസസ് കണ്ണങ്ങ് ആലോചിക്കുമ്പോഴേക്കും വേറെ പല സിനിമാ നടിമാരുടെ കണ്ണുകളാണ് വരുന്നത്. അപ്പോഴേക്കും മാറ്റിയിട്ട് കർത്താവെ സ്തുതിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്തുതിക്കുക, അല്ലെങ്കിൽ വചനങ്ങൾ വായിക്കുക. അങ്ങനെ 8:45 ഒരു പേഴ്സപ്പേർ ഇരുന്നാൽ അത് അവിടെ ഇരുന്നോണം. കാരണം അത് സെറ്റപ്പാണ്. അത് അങ്ങനെ ഇരുന്നോണം. കാരണം നമ്മളെ അവിടെ എഴുന്നേറ്റ് പിന്നെ നമുക്ക് പെട്ടെന്ന് ഈ പേഴ്സണൽ പെയിൻ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട പല ഉത്തരവാദിത്തം നമ്മൾ ഭയങ്കര ഉത്തരവാദിത്തമുള്ളവരായിട്ട് മാറുന്ന പേഴ്സപ്പേർ സമയത്താണ്. എന്റെ പൊന്നെ, കറിച്ചട്ടിക്കകത്തുള്ള മീനിന്റെ കാര്യം എന്തായി? എന്റെ ദൈവം എന്റെ മുറി അടിച്ചു വാരിയിട്ടില്ലല്ലോ. എന്റെ കർത്താവ് ആ കൊച്ചിനെ വിളിച്ചില്ലല്ലോ, ഈ കൊച്ചിനെ വിളിച്ചു. ഇങ്ങനെ പല സാധനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് അങ്ങ് വരും. ഇതാണ് ഒരു സാധനം. ഇതിനകത്ത് ഇത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. കറി ഞാൻ ഗ്യാസ് വേണം അതൊന്നല്ലേ പറയണേ. നിങ്ങൾ ചില സാധനങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക, അത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണം. ചില കാര്യങ്ങളെ അത് ഈശോയുടെ കയ്യിൽ, ഇത് ഞാനിപ്പോൾ അത് പോയി ചെയ്തെന്ന് വെച്ചോണ്ട് പ്രത്യേകിച്ച് ഒന്നും പറ്റാനില്ല. ഇത് ഈശോയ്ക്ക് കൊടുക്കേണ്ട സമയമാണ്. ഇത് ഈശോയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതിനേക്കാൾ വളരെ മനോഹരമായിട്ട് കർത്താവ് അത് ക്രമീകരിക്കും എന്നൊരു വിശ്വാസമുള്ളവൻ ഒരിക്കലും എഴുന്നേറ്റ് അങ്ങോട്ട് പോകത്തൊന്നുമില്ല. ഞാനിപ്പോ അവിടെ പോയിട്ട് ഇന്ന കാര്യം ചെയ്താലേ ആ പയ്യനെ ഞാനിപ്പോ വിളിച്ചില്ലെങ്കിൽ എന്തോ ലോകം അവസാനിക്കും എന്നൊക്കെയാണ് നമ്മൾ ചിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. അവനെ 3/4 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവനൊരു പ്രശ്നം ഉണ്ടാകാൻ പോകില്ല. അത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രയോറിറ്റികൾ എങ്ങനെ നമുക്ക് ആരാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള പല വിചാരം വരുന്ന സമയത്താണ്. ഇങ്ങനെയുള്ള പല ഇങ്ങനെ മുറി അടിച്ചു വരിക, ഇതൊക്കെ സാധനങ്ങളൊക്കെ ഇത് നേരത്തെ അടിച്ചു വരാൻ കേസാണ്. പക്ഷെ പറയുന്ന സമയത്ത് മാത്രമേ അവൻ അടിച്ചു വരാൻ തോന്നത്തുള്ളൂ. കാരണം അതാണ് സാധനം. എവനെ എങ്ങനെ എഴുന്നേൽപ്പിക്കാം, അതിന് പ്രത്യേക പ്ലാൻ പിശാചിന്റെ കയ്യിലുണ്ട്. അവൻ ആ പ്ലാൻ ഇട്ട് കളിക്കും. ആ പ്ലാൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുന്നേറ്റ് പോകരുത്. അതവിടെ ഇരുന്നോട്ടെ, ആ കാര്യം നടന്നോട്ടെ. അത് ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. പിന്നെ ഡ്രൈനസ് വരിക, ഭയങ്കര വരൾച്ച. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര വരൾച്ചയാണ്, ഒരു ഫീലിംഗും ഇല്ല. എന്തോ പണ്ട് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു, ഇപ്പൊ ഒരു ഫീലിംഗും ഇല്ല. ഡ്രൈ. ഈ ഡ്രൈ എന്ന് പറഞ്ഞ കേസും വെച്ചോണ്ടാണ് 70% പേരും ഈ പ്രേഴ്സപ്പ് നിർത്തി പോകുന്നത്. ഞാനൊരു സാധനം പറഞ്ഞോട്ടെ. ബൈബിളിൽ വചനമുണ്ട്, പിന്നെ നമ്മൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയല്ല എന്ന വചനമുണ്ട്. നമ്മൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല എന്നൊരു വചനമുണ്ട്. നമ്മൾ നയിക്കപ്പെടേണ്ടത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നാ? ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈശോ എന്നെ കാണുന്നു, എന്റെ പ്രയർ ഈശോയുടെ അടുത്ത് എത്തുന്നു, എന്റെ ആത്മാവ് ശക്തിപ്പെടുന്നുണ്ട്, എന്റെ ഹൃദയം വിശദീകരിക്കപ്പെടുന്നുണ്ടെന്നുള്ള എന്റെ വിശ്വാസമാണ് എന്റെ പ്രാർത്ഥന. അതായത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കണ്ണിക്കൂടെ കർത്താവ് ഇങ്ങനെ ഭയങ്കര എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു, എന്റെ ഭയങ്കര സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നു. ഇതൊന്നും അല്ല. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥന കേട്ടൊന്നും തെളിവൊന്നുമല്ല. ഈ സാധനങ്ങൾ വേണമെങ്കിൽ പിശാചിന് തരാൻ പറ്റും. ഈ പറഞ്ഞ പോലെ സുഗന്ധാഭിഷേകം ഇതെല്ലാം പിശാചിന് തരാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്റെ പ്രാർത്ഥന സെറ്റപ്പ് ആകുള്ളൂ എന്ന് വിചാരിക്കരുത്. എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ വിശ്വാസമാണ്, എന്റെ ഡിസയറാണ്. എന്റെ ഡിസയർ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? എനിക്ക് ഭയങ്കരമായിട്ട് ദൈവാനുഭവങ്ങളോ ഭയങ്കരമായിട്ട് സുഗന്ധാഭിഷേകങ്ങളോ ഇതൊന്നും എനിക്ക് ഉണ്ടാവുന്നില്ല. പക്ഷെ ഞാൻ ഇരിക്കുമ്പം ഞാൻ പക്കയാണ്. ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ഈശ്വര അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭയങ്കര സ്വർഗത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന കേസല്ല കേട്ടോ. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്റെ പ്രാർത്ഥന ഭയങ്കര പവർഫുൾ ആണ്. എന്റെ ഉള്ളിൽ ആത്മാവ് ശക്തിപ്പെടുന്നുണ്ട്. ഈ വചനത്തിനകത്ത് ജീവനുണ്ട്. അത് ഓരോ വചനം പഠിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ആ ജീവൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ഭയങ്കര ബോധ്യവും ഉറപ്പും എനിക്ക് ഭയങ്കര ഉറപ്പാണ്. അതുപോലെ ഞാൻ പ്രാർത്ഥിക്കും. ഈ ഡ്രൈനസ് എന്ന് പറഞ്ഞൊരു സാധനം അത് ചുമ്മാ പിശാചിന്റെ തട്ടിപ്പാ. ഡ്രൈനസ് ഈ ഡ്രൈനസ് കൊണ്ട് പ്രയർ നിർത്തുന്ന വെറും മണ്ടനാണ്. ഡ്രൈനസ് അല്ല. കാരണം ഈ ഒറ്റ വചനമേ ഉള്ളൂ. ഈശോ ഗത്സമന തോട്ടത്തില് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോയ്ക്ക് ദൈവം ഇല്ല എന്നൊരു ഫീലിംഗ് ആയിരുന്നു. ദൈവം ഇല്ല, ദൈവം എന്നെ ഉപേക്ഷിച്ചു, ആ ഒരു ഫീലിംഗ്. CCCക്കകത്ത് പറയുന്നത് നമ്മൾ ഡ്രൈനസിൽ കൂടെ പോകുമ്പോൾ ആ ഒരു ഗത്സമന തോട്ടത്തിൽ ഈശോയുടെ കൂടെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. ഗത്സമന തോട്ടത്തിൽ ഈശോയുടെ കൂടെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രൈനസിന്റെ സമയത്ത്. അപ്പൊ നമുക്ക് ദൈവം ഇല്ല എന്നൊക്കെ തോന്നും. ആ സമയത്ത് ദൈവം ഇല്ല, ഒന്നും കേൾക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതിങ്ങനെ അപ്പൊ അന്നേരം ഈശോ ചെയ്തേ, ഈശോ പറയുന്ന അന്നേരം പറഞ്ഞ കാര്യമുണ്ട്. ആ സമയത്ത് ഈശോ എങ്ങനെ പ്രാർത്ഥിച്ച മർക്കോസിനകത്ത് പറഞ്ഞ സാധനമുണ്ട്. ഈശോ വേർപ്പ് രക്തത്തുള്ളിയാക്കി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. വേർപ്പ് രക്തത്തുള്ളിയാക്കി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഏത് സമയത്ത്? ആ ഗസവന്തോട്ട് ഈശോ ദൈവം ഇല്ല എന്നൊരു സമയത്ത് ഈശോ പ്രാർത്ഥിക്കുന്ന ദൈവന്റെ കണക്ഷൻ പോയി. ആ ഒരു സമയത്ത് ഈശോ പ്രാർത്ഥിച്ചു, വേർപ്പ് രക്തത്തുള്ളിയാക്കി പ്രാർത്ഥിച്ചു, തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഈശോ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അതുപോലെ പ്രാർത്ഥിക്കണം. ട്രൈനസ് വന്നോട്ടെ. നിങ്ങൾ ചുമ്മാ ഒരു കമ്പാരിസൺ പറയുക. ഈശോ സ്വർഗത്തിൽ നോക്കുക. സ്വർഗത്തിൽ ഈശോ നോക്കുമ്പം സെബിൻ
അല്ലെങ്കിൽ ഈ സെബിൻ ഭയങ്കരമായി ഭയങ്കര ഇതുള്ള ആളെന്ന് വിചാരിച്ചു, ഭയങ്കര വിഷനും കാര്യങ്ങളുള്ള ആളാണ്. അയാൾ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര വിഷനൊക്കെ കിട്ടി, ഭയങ്കര പുഷ്പവൃഷ്ടിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്. പക്ഷെ അന്നേരം നമ്മുടെ ജേക്കബിയാട്ടൻ പ്രാർത്ഥിക്കുമ്പോൾ ജേക്കബിയാട്ടൻ പുഷ്പവൃഷ്ടിയിൽ ഒന്നുമില്ല, ഒരു ഫീലിംഗും ഇല്ല, ഭയങ്കര ഡ്രൈനസ് ആണ്. ജേക്കബിയാട്ടൻ പ്രാർത്ഥിക്കുവാണ്. ജേക്കബ് ചേട്ടൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കും, കഷ്ടപ്പെട്ടായിരിക്കുന്നത്. 1 മണിക്കൂർ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, പല ചിന്തകൾ വരുന്നു, അതിനൊക്കെ വെട്ടുന്നു, സ്തുതിക്കുന്നു, ഹല്ലേലൂയ പറയുന്നു, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ സെബിൻ ഇങ്ങനെ ഒറ്റ ഇരിപ്പാ ഇരിക്കുവാണ്. അപ്പൊ പുള്ളിക്ക് ഈസി ആയിട്ട് സെബിൻ 1 മണിക്കൂർ ഇരിക്കും. ജേക്കബിയാട്ടൻ കഷ്ടപ്പെട്ട് 1 മണിക്കൂർ ഇരിക്കും. തമ്പുരാൻ സ്വർഗത്തിൽ നോക്കുമ്പം ഏത് പ്രേരണയോടായിരിക്കും ഈശോയ്ക്ക് കൂടുതൽ ഒരു ഇത് തോന്നുന്നേ? അത് പലർക്കും ഉറപ്പായിട്ടും ഈശോ ഇങ്ങനെ ഹൃദയം കൊണ്ട് ഇങ്ങനെ സെബിന് ഈ പറഞ്ഞ വിഷൻസ് കിട്ടിയത് കുറ്റമെന്നല്ല ഞാൻ പറയണേ. പക്ഷെ ജേക്കബ് ചേട്ടൻ പെടുന്ന കഷ്ടപ്പാട് ഈശോ കാണും. ആ ഒരു പ്രയറിനോട്, കാരണം സെബിൻ പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് സെബിൻ ഉറപ്പുണ്ട് ഈശോയുടെ ആ സ്നേഹം സെബിന് കിട്ടുന്നുണ്ട്, തിരിച്ച് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പക്ഷേ ജേക്കബ് ചേട്ടൻ നോക്കുമ്പോൾ ആ ഒരു സാധനം കിട്ടുന്നില്ല, എന്നിട്ടും ജേക്കബ് ചേട്ടൻ ഇരിക്കുവാണ്. ആ സാധനം കിട്ടുന്നില്ല എന്നിട്ടും ജേക്കബ് ചേട്ടൻ അവിടെ ഇരിക്കുക, 1 അവർ ഇരിക്കുക. സെബിന് ഈ സാധനം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് സെബിൻ അവിടെ ഇരിക്കുവാണ്. കിട്ടാത്ത അവസ്ഥ സെബിൻ ഇരിക്കുവോ? അങ്ങനെ ചോദ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഈശോയുടെ കർത്താവെ, എനിക്ക് അങ്ങ് ഒരു സാധനം തരുന്നില്ലെങ്കിലും എനിക്ക് ഒരു ഫീലിംഗും ഇല്ല, എനിക്കൊരു എന്നാ പറയണം, ഒരു ഫീലിംഗോ സന്തോഷമോ ഒന്നും തോന്നുന്നില്ലെങ്കിൽ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കും, ഞാൻ പ്രാർത്ഥിക്കും. ആ ഒരു കോൺഫിഡൻസോ ഇരിക്കുവാണല്ലോ. നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ദൈവം ചെയ്തു തന്നിരിക്കും. കാരണം ഈശോയ്ക്ക് അറിയാം ഇവൻ എന്നെ സ്നേഹിക്കുന്നത് വികാരത്തിന് പുറത്തൊന്നുമല്ല, ഇവന് തീരുമാനമാണെന്നുള്ളത്. ഇവൻ എന്നോട് സ്നേഹം, ഇവന്റെ തീരുമാനമാണ് ഇവനോട് സ്നേഹം എന്ന് ഈശോയ്ക്ക് അറിയാം. ഇതാണ് ഞാൻ എന്നോട് തടസ്സങ്ങൾ പറഞ്ഞ കേട്ടോ. സോ നമുക്ക് പേഴ്സണൽ ഞാൻ ഡിസൈഡ് ചെയ്യാം കേട്ടോ. പേഴ്സണൽ ഡിസൈഡ് ചെയ്യാം. നമ്മൾ പേഴ്സണൽ ഡിസൈഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ എല്ലാവരും പേഴ്സണൽ ചെയ്യണം. നിങ്ങൾ പേഴ്സണൽ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, കൊന്ത ചൊല്ലിക്കൊണ്ട് പേഴ്സണൽ ചെയ്യാവോ? നിങ്ങൾ എങ്ങനെ വേണ്ട ചെയ്തു. ഒരു രഹസ്യം ചൊല്ലി കഴിഞ്ഞിട്ട് ഒരു രഹസ്യം അടുത്ത രഹസ്യം ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിന്റെ സമയത്ത് കുറച്ചു നേരം സ്തുതിക്കുകയും ഈ പറഞ്ഞ പോലെ സെൻസസിനെ വിശദീകരിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങനെ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് അടുത്ത രഹസ്യത്തിലേക്ക് പോകും. അങ്ങനെ ഈ ഒരു ഇരിപ്പ് ഉണ്ടല്ലോ, കർത്താവിനുള്ള ഇരിപ്പ്, അതിങ്ങനെ ഈ കൊന്തക്കിടയ്ക്ക് നിങ്ങൾ മിക്സ് ചെയ്ത് ചെയ്യുക. അതല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കൊന്തയില്ല, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളെ. അങ്ങനെ നമ്മൾ എന്തായാലും കർത്താവിൻ്റെ അടുത്ത് 3/4 മണിക്കൂറൊക്കെ, 1 മണിക്കൂറെന്ന് ഞാൻ പറയുന്നത്, അരമണിക്കൂർ പറയാനേ വന്നേ, പിന്നെ 3/4 മണിക്കൂർ പറയുന്നേ ഉള്ളൂ. ഈ 3/4 മണിക്കൂറെങ്കിലും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ നോക്കണം. അങ്ങനെ എത്രമാത്രം ഇരിക്കാൻ പറ്റുമോ അത്രമാത്രം അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരും.